ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഫ്രൈ ആണ് കേട്ടോ. തനി നാടൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ ബീഫ്, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ് വേണ്ടത്. അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇതിൻ്റെ എല്ലാം പകുതിയോളം ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണല്ലോ എടുത്തത്, അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിരുമിയെടുക്കണം. കൈവച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. എല്ലായിടത്തേക്കും ബീഫിൻ്റെ എല്ലായിടത്തേക്കും ഉപ്പ് ചെല്ലത്തക്ക വിധം കൈവച്ച് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. നന്നായിട്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം 2-3 മിനിറ്റ്. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്കർ മൂടി അടപ്പിൽ വെക്കാം. പുതിയ കുക്കറായതുകൊണ്ട് ഇതിൻ്റെ എന്തോരം വിസിൽ വേണമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു 6 വിസിൽ വരത്തക്ക രീതിയിൽ കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിക്കാം കേട്ടോ. കുക്കർ അപ്പുറത്തെ അടപ്പിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയൊക്കെ വഴറ്റി കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഒരു 4 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇവയെല്ലാം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി നമുക്കിത് വേറൊരു പാനിലല്ല പാത്രത്തിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സവാള വഴറ്റിയ പാനില്ലേ അതിലോട്ട് തന്നെ നമുക്ക് ബീഫ് കോരിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അതിലെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കണം. അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അതിനായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വെള്ളം മുഴുവനും വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എന്നിവയിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊടികളെല്ലാം തന്നെ ബീഫിൻ്റെ എല്ലായിടത്തോട്ട് എത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും ബീഫും എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി മറിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ആവശ്യമെങ്കിൽ ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള ഇല്ലേ, വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തനി നാടൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും ചെയ്യണം. കൂട്ടത്തിലൊരു കമൻറ്റും കൂടി ഇട്ടേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.